നമ്മളൊരു മഴക്കാലത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചർമ്മ സംരക്ഷണം എങ്ങനെ വേണം, ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് അറിയണം. നമുക്കൊപ്പം അതിഥിയായി ഡോക്ടർ സ്മിത എസ് ശിവനാണ് ചേരുന്നത്. സ്വാഗതം ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. ഡോക്ടർ, നമ്മൾ സ്കൂൾ തുറന്നു, ഒരു വലിയ ആശങ്ക കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ട്. ഒപ്പം മഴക്കാല രോഗങ്ങൾ ഇങ്ങനെ ആശുപത്രികളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു, അഡ്മിഷൻ ആശുപത്രികൾ നമ്പർ കൂടുന്നു. എന്താണ് ഡോക്ടർ ആമുഖമായി പറയാനുള്ളത്? മഴക്കാലം നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലമാണ്. ഏതൊരു വർഷത്തെ പോലെ തന്നെയും ഈ വർഷവും മഴക്കാല രോഗങ്ങൾ ഒരുപാട് അധികരിച്ചു വരുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള ജ്വരങ്ങളാണ് കാണുന്നത്, പ്രത്യേകിച്ചും വൈറൽ ജ്വരങ്ങളും അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ തന്നെ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഈർപ്പത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാവണം, കാരണം ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ വളരെ കൃത്യമായി തന്നെ OPകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തടയിടുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ, അത് നമ്മൾ ഒരു സാധാരണ പനി വരുമ്പോൾ നമ്മൾ എല്ലാവരും ആശുപത്രിയിലേക്ക് പോകാറില്ല. നമ്മളെ കഴിയുന്ന രീതിയിലുള്ള സ്വയം ചികിത്സയാണ് ആദ്യം നടത്തുക. അത് പതിവ് തെറ്റിക്കാതെ നമ്മളിപ്പോഴും ചെയ്യുന്നുമുണ്ട്. ഒരു പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുക, അത് കുറയ്ക്കുക, ആവി പിടിക്കുക, അങ്ങനെയുള്ള രീതിയായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും ചെയ്യുക. എപ്പോഴാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ടത്? എത്ര നാൾ വരെ നീണ്ടു നിൽക്കുന്ന പനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സാധാരണ വരുന്ന ഒരു ജലദോഷ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് തൽക്കാലം എന്തെങ്കിലും ഹോം റെമഡീസിലൊക്കെ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് തുളസി കഷായം പോലെ എന്തെങ്കിലും കരിപ്പട്ടി കാപ്പിയോ അല്ലെങ്കിൽ ഒന്ന് ഉപ്പുവെള്ളം കവിൾക്കൊള്ളുകയോ മുഖത്ത് ആവി പിടിക്കുകയോ അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്താൽ തന്നെ സാധാരണ ജലദോഷ പനികളൊക്കെ അങ്ങ് പോകും. പക്ഷേ അതിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഒരു 2-3 ദിവസത്തിനധികം പനി നീണ്ടു നിൽക്കുകയോ അതിനോടൊപ്പം ചുമയോ അതുപോലുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും നമുക്ക് സർക്കാർ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, അത് ഹോമിയോ ആവട്ടെ, ആയുർവേദ ആവട്ടെ, അലോപ്പതി ആവട്ടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് യഥേഷ്ടം നമുക്ക് അവിടെ പോയിട്ട് ഡോക്ടറെ കാണുവാനും അത് കൺസൾട്ടേഷൻ ചെയ്യുവാനും അതേപോലെ തന്നെ അത് ഡയഗ്നോസിസിൽ ഒരു കേസ് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ ഡയഗ്നോസ് ചെയ്തതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ നമുക്കൊരു ഡോക്ടറെ കാണുക തന്നെ ആവശ്യമാണ്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ ഫ്രണ്ടിലുള്ളപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം വച്ചിരുന്ന ആ പനിയെ മൂർച്ഛിപ്പിച്ച് മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നമ്മൾ ഈ കൊതുകുജന്യ രോഗങ്ങളും അതിൻ്റെയും അത് മൂർച്ഛിക്കുന്ന ഒരു സമയം ഈ മഴക്കാലമാണല്ലോ. വെള്ളം കെട്ടി നിൽക്കുന്നു പലയിടങ്ങളിലും. അത് വീടുകളുടെ ചുറ്റുമാകട്ടെ പല പൊതുസ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. നമുക്കറിയാം അത് അപകടമാണ് എന്ന്, പക്ഷെ നമ്മൾ അതിപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് പൊതുവെ കാണുന്ന ഒരു രീതി. ഈ കൊതുകുജന്യ രോഗങ്ങളെ എത്രത്തോളം പേടിക്കേണ്ടതുണ്ട് ഇപ്പോൾ? നമുക്കറിയാം, ഒരു ചിക്കൻ ഗുനിയയുടെ കാലമൊക്കെ നാം ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും പലരിലും അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് രോഗങ്ങൾ, കൊതുകുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, പ്രത്യേകിച്ചും ഏഡിസ് ഈജിപ്ഷ്യ പോലുള്ള കൊതുകുകളുടെ ഒരു വലിയ കടന്നാക്രമണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് നാം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ് ഈ മഴക്കാലം. അപ്പോൾ ശരിക്കും കൊതുകുജന്യ രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. അപ്പോൾ സോഴ്സ് റിഡക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. വെള്ളം കെട്ടി നിൽക്കാതെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഒരു പക്ഷേ അങ്ങനൊരു ലാർവയെ നശിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ, അതും പ്രത്യേകിച്ചും എക്കോസിസ്റ്റം തകരാറിലാവാത്ത തരത്തിൽ ആ ലാർവയെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ആയുർവേദത്തിൻ്റെ രീതിയിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് പുകയില കഷായം സ്പ്രേയിങ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ച് പോകുന്നത്. അതായത് പുകയിലയും വേപ്പെണ്ണയും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രത്യേകം കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അത് കൃത്യമായിട്ടും ഈ വെള്ളക്കെട്ടുകളിൽ തളിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിനുള്ളിൽ ആ ലാർവകൾക്ക് ജീവിക്കാൻ സാധിക്കാതെയാവും. എന്നാൽ അവിടെയുള്ള മറ്റു ജീവജാലങ്ങൾക്കോ ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ട് നേരിടാതെ നമുക്ക് അത്തരത്തിൽ എക്കോസിസ്റ്റത്തിനെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ലാർവാസിനെ നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അഡൽട്ട് മോസ്കിറ്റോ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ആയുർവേദ ഫോഗിങ് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ആയുർവേദ ഫോഗിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പം കോമൺലി അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ലഭ്യമാകുന്ന അപരാജിത ധൂപചൂർണം,
അങ്ങനെയുള്ള അഷ്ടഗന്ധ ചൂർണം പോലെയുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ പുകയ്ക്കുന്നൊരു രീതി, എനിക്കറിയാം നമ്മൾ നല്ലോണം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ നെരിപ്പോട് കത്തിക്കുന്നൊരു രീതി വീടുകളിലുണ്ടായിരുന്നു അല്ലേ. പിടിയുള്ളൊരു ചട്ടിയിൽ നമ്മൾ പുകയ്ക്കുന്നൊരു രീതി വീടുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യുമായിരുന്നു, പരിസര പ്രദേശങ്ങളിലും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, കന്നുകാലികളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് അത് ഒതുങ്ങിക്കൂടി പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും. പക്ഷേ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ഒരു സൂപ്പർവിഷനോട് കൂടി തന്നെ ഓരോ പഞ്ചായത്തിലും കൃത്യമായിട്ടും ആയുർവേദ ഫോഗിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ, അതായത് എക്കോസിസ്റ്റത്തിന് തകരാറിലാക്കാത്ത തരത്തിൽ നമുക്ക് എങ്ങനെ കൊതുക് നിവാരണം നടത്താം എന്നുള്ളതാണ് വീടുകളിൽ ഡോക്ടർ പറഞ്ഞതുപോലെ. ഈ വീടുകളിൽ ഈ പുകച്ചുകൊണ്ടിരുന്ന സന്ധ്യാസമയത്തൊക്കെ പുകയ്ക്കുന്ന രീതി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ പേരിൽ അങ്ങ് മാറ്റി എന്നുള്ളതാണ്. പിന്നെ അതിന് പകരം റൂം ഫ്രഷ്നറുകളിലേക്കൊക്കെ നമ്മൾ മാറി. പക്ഷെ അത് സുഗന്ധത്തിനപ്പുറം ഈ പറഞ്ഞതുപോലെ കൊതുകിനെ അകറ്റാനും മറ്റ് പ്രാണികളെയൊക്കെ അകറ്റി നിർത്താൻ കഴിയുന്നതാണെന്ന് എത്ര പേർക്ക് അറിയാം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് എല്ലാവരും ഡോക്ടർ പറഞ്ഞ ഈ കാര്യം, രാത്രി ഏറ്റവും കൂടുതൽ കൊതുക് ആക്രമണം നടത്തുന്നത് രാത്രികളിലാണല്ലോ. അപ്പോൾ ഈ ഇരുട്ടാകുമ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ, രാവിലെ കുറച്ച് സമയമുണ്ട്, ആ സമയത്ത് നമ്മളിത് വന്ന് കടിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് കടിക്കാൻ, ഇതിന് പറക്കാൻ പറ്റുന്നൊരു ഫ്ലൈയിങ് എബിലിറ്റി ഉള്ളൊരു ടൈം അതാണ്. അപ്പോൾ രാവിലെയും സന്ധ്യയ്ക്കും ഈ രണ്ട് സമയത്തും നമുക്ക് വീടിന് ഉൾവശവും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും പുകയ്ക്കുവാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാർവാസിനെ നശിപ്പിക്കാനായിട്ട് പുകയില കഷായം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു സ്പ്രേയിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർവാസിനെ നശിപ്പിക്കാൻ പറ്റും, അഡൽട്ട് മോസ്കിറ്റോസിനെ നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫ്ലൈയിങ് എബിലിറ്റിയാണ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരുന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ പോലും അത് തകരാറിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ റൂം ഫ്രഷ്നറും അതുപോലുള്ള സുഗന്ധദ്രവ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മോഡേണൈസ് ചെയ്ത് പോകുമ്പോഴേക്കും അതിനകത്ത് വരുന്ന കുറച്ച് പാർശ്വഫലങ്ങളും കൂടി നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ പാർശ്വഫലങ്ങളില്ലാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചിലതരം കൊതുക് തിരികളും അതേപോലെ തന്നെ വരുന്ന എന്താ പറയുക ഈ കറണ്ടിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് ശരിക്കും ഒരു പരിധിവരെ കുട്ടികൾക്കും മുതിർന്നവർക്ക് പോലും പലപ്പോഴും സഫോക്കേഷൻസ് ഉണ്ടാകുകയും അത് കാരണം വരുന്ന ശ്വാസം മുട്ടലും മറ്റനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളും മുതിർന്നവരും അനുഭവിച്ചു പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാണ്. ഈ കൊതുകിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ലിക്വിഡ്, നമ്മൾ കോയിലിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറി എന്ന് ഒഴിച്ചാൽ ഇത് ശ്വസിക്കുന്നത് അപകടകരം തന്നെയാണ്. പലർക്കും അത് പിടിക്കില്ല, അതിൻ്റെ സ്മെല്ല്. ചിലർക്കത് വീസിംഗ് ഉള്ളവർക്ക് വലിയ പ്രശ്നമാകും രാത്രിയിൽ. ഈ കൊതുക് വരാതിരിക്കാൻ നമ്മൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ലേപനങ്ങളൊക്കെ ഉണ്ടല്ലോ ഡോക്ടർ, അത് നമ്മൾ ഈ കൊതുക് കടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്രീം മുഴുവനും ദേഹത്ത് മുഴുവനും അപ്ലൈ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഗുണകരമാണ്? അതിൻ്റെ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഒരു ലേപനങ്ങളും സ്കിന്നിൽ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ഈവൻ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോലുമുള്ള മരുന്നുകൾ പോലും നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ചും ആളുകളോട് പറയുക പകൽ സമയത്ത് ഉപയോഗിക്കാനാണ്. രാത്രിക്ക് ശേഷം നമ്മൾ ഒരു ലേപനങ്ങളും പറയുന്നില്ല. പിന്നെ പ്രത്യേകിച്ചും നമ്മളുടെ ഈ സ്വെറ്റ് പോസിനെയും അതേപോലെ നമ്മുടെ ആ ഒരു സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ശരിയായ പ്രവർത്തനത്തിനെയൊക്കെ മന്ദീഭവിക്കുകയും ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു പ്രത്യേകതരം പ്രത്യേകിച്ചും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഇത്തരം ലിക്വിഡ്സ് ഒന്നും തന്നെ നമ്മൾ ശരീരത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആയുർവേദക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചർമ്മരോഗങ്ങളെക്കുറിച്ച് കൂടി ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉണ്ടാകാറുണ്ട് ഈ വളങ്കടി പോലെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ ഡോക്ടർ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? അതിൽ രൂക്ഷമാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ വളങ്കടി തന്നെയാണ്. കാരണം ഈറൻകാലം എന്ന് നമ്മൾ പറയുന്ന വളങ്കടി പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഈ പറയുന്ന തണുത്ത വെള്ളത്തിലൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന വഴി ഷൂസ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈർപ്പം തങ്ങി നിന്നിട്ടൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു മഴക്കാലം വരുമ്പോൾ ആ മഴക്കാലത്തിന് അനുസൃതമായിട്ട് ജീവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്ന്
പിടിപെടുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി തന്നെ കണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഒരു തരത്തിലും അങ്ങനൊരു എന്താ പറയുക, വെള്ളം നിൽക്കാനായിട്ട് നമ്മൾ അങ്ങനൊരു അവസരം കൊടുക്കരുത്. കഴിയുന്നതും അത്തരം ഷൂസൊന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് ഈ ഒരു കാലത്ത് നല്ലത്. അപ്പോൾ സാധാരണ ചെരുപ്പുകൾ ഉപയോഗിക്കുക, വേഗം അത് ഡ്രൈ ആക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളതിനെ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു പോയാൽ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പരിചരണം ചെയ്യുക. അതുപോലെ ഫംഗലിന് വളരെ നല്ലൊരു മീഡിയമാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത്. സോപ്പും ഷാമ്പുവും ഒക്കെ ഫംഗസിന് വളരെ നല്ലൊരു മീഡിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ആ സമയത്ത് നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ പയറുപൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഒരു ഡ്രൈനെസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ കടലമാവ് പോലുള്ളതൊന്നും യൂസ് ചെയ്യാനും പാടില്ല. അപ്പം വളരെ കോഷ്യസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, വളരെ കോഷ്യസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതേപോലെ ഈ ഒരു സമയത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലുകളുടെ വിരലുകളുടെ ഇടയിൽ മാത്രമല്ല, ഗുഹ്യഭാഗങ്ങളിലും അതേപോലെ തന്നെ കൈകളുടെ ഇടകളിലും ഒക്കെ ഇടുക്കുകളിലൊക്കെ വരാം. അപ്പം വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഓരോ സ്ഥലങ്ങളിലും ഈ ഡസ്റ്റും അതേപോലെ തന്നെ ഈ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ടും മരുന്നുകൾ സേവിക്കുക തന്നെ വേണം. അതിന് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ട് തന്നെ അതിന് വേണ്ടുന്ന മരുന്നുകളെ തീരുമാനിച്ച് കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി രോഗങ്ങൾ നമുക്കറിയാം. ചിക്കൻ ബോക്സ് വരുന്ന ഒരു കാലമാണിത്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്ന ഒരു രോഗം. സ്ക്രബ് ടൈഫസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർമ്മത്തിൽ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമുക്കറിയാം, ഒരു സിഗരറ്റ് കത്തിച്ച് വെച്ചിട്ട് അത് അണച്ചിട്ട് സിഗരറ്റ് കത്തിച്ച് വെച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞ് അണച്ചിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ഒരു വട്ടത്തിലൊരു പാട് എങ്ങനെ വരുമോ അതേ തരത്തിലുള്ള പാടുകളാണ് ശരിക്കും സ്ക്രബ് ടൈഫസിൽ നമ്മൾ കാണുന്നത്. സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് ചെള്ളുപനി. അപ്പോൾ അത് ശരിക്കും ജീവജാലങ്ങളിൽ നിന്നാണ് നമുക്ക് പകർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വൈറൽ പനികളിലും ബാക്ടീരിയൽ ഫീവേഴ്സിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ചർമ്മത്തിൽ വരുന്ന പ്രശ്നങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഇതിനെല്ലാം പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മളുടെ ദിനചര്യ, നമ്മളുടെ ഋതുചര്യ, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ മാറി വരുന്ന ഋതുക്കൾക്കനുസരിച്ചും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിനചര്യയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഈ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് കുളി വളരെ പ്രധാനപ്പെട്ടതാണ്, തല നനച്ച് കുളിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ഈ തല നനച്ച് കുളിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ദോഷമാകുമോ? പ്രത്യേകിച്ച് വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ആ കാര്യത്തിലൊക്കെ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പ്രത്യേകിച്ച് വെള്ളത്തിൽ ആഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ചും അത് മഴക്കാലമാണെന്ന് വിചാരിച്ചിട്ട് കുളിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും തല നനച്ച് കുളിക്കാതിരിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം വേഗം ഒന്ന് തല കഴുകി തോർത്തി രാസ്നാദിപ്പൊടി തിരുമുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കുളിക്കുന്നത് എങ്ങനെയാണ്, തല നമ്മൾ തണുത്ത വെള്ളത്തിലും ദേഹം ചൂടുവെള്ളത്തിലുമാണ് കുളിക്കുക. അങ്ങനെയാണ് കുളിക്കേണ്ടത്. പക്ഷെ പലരും അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇവിടേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ തല കുനിച്ച് തല വേഗം കുളിച്ച് തല തോർത്തി രാസ്നാദിപ്പൊടി തിരുമ. ഇനി ഇതിനു മുന്നേ തന്നെ മൂർധതൈലം എന്ന് പറയുന്ന, അതായത് തലയിൽ എണ്ണ വെച്ച് കുളിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ദേഹത്തെണ്ണ തേച്ച് കുളിക്കുന്ന രീതി, ഇതൊക്കെ നാം അനുവർത്തിക്കേണ്ടതാണ്. എവിടെയാണോ നമ്മൾ അതൊക്കെ ഇല്ലാണ്ട് നമ്മളുടെ തിരക്കിട്ട ജീവിതത്തിനകത്ത് നമുക്ക് ഇതൊന്നിനും സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതെല്ലാം വിട്ടിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് എണ്ണ തേച്ച് കുളിക്കാനുള്ളൊരു രീതി ഉണ്ടാക്കുക. ഇപ്പോൾ മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ദിവസവും തേച്ച് കുളിക്കാൻ പറ്റിയൊരു എണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്, അല്ലെങ്കിൽ നല്ലെണ്ണ. അപ്പോൾ എള്ളെണ്ണ തേച്ച് കുളിക്കുന്ന ഒരു വ്യക്തിക്ക് നീരിറക്കമോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് ശീലിക്കുക. ഇനി അല്ലാത്ത പക്ഷം ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ഔഷധം ഇട്ട് കാച്ചിയ എണ്ണയാണ് ഓരോ വ്യക്തിയുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എണ്ണ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. ഈ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങി അങ്ങറ്റം വരുന്ന ഓരോ രോഗങ്ങളെയും ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്കും പലപ്പോഴും
ശീതപിത്തം, അർട്ടിക്കേരിയ പോലുള്ള പല രോഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തണുപ്പിനെ സഹിക്കാൻ പറ്റാതെ തന്നെ വരുന്ന ചൊറിച്ചിലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ പോലും വരാതിരിക്കാൻ നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കാൻ കഴിയും. ഡോക്ടർ നേരത്തെ ഒന്ന് പറഞ്ഞത് ഇതും കൂടി കണക്ട് ചെയ്താൽ സോപ്പും ഷാമ്പുവും ഉപയോഗിക്കുന്നത് വളരെ അതായത് ഫംഗസുകൾക്ക് വളരാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു എണ്ണ തേച്ച് കുളിക്കുള്ള പ്രാധാന്യവും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ മോഡേൺ മെഡിസിൻ ഒക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ ആയാലും ഒരുപാട് എണ്ണയൊന്നും തേപ്പിക്കേണ്ട, പഴയതുപോലെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. മുതിർന്നവരായാലും ഈ എണ്ണ തേച്ച് കൂടി നമുക്ക് എന്നും നമുക്ക് പറ്റുന്ന സമയം നമുക്ക് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തന്നെയും എണ്ണ ശരീരത്തിൽ നിന്ന് കളയണമല്ലോ. അതിനെന്താണ് ആയുർവേദത്തിലുള്ളത്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്? എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ നമുക്ക് സമയം കണ്ടെത്തായികയൊന്നുമില്ല. ഏത് കാര്യത്തിനാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിന് നമുക്ക് സമയം കിട്ടും, അത് തീർച്ചയാണ്. അപ്പം നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ലേ നമുക്കതിന് സമയം കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് വേണം വിധത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് എന്താണോ വേണ്ടത്, രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ബുദ്ധിപൂർവ്വം കോഷ്യസായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി കൃത്യമായി ചെയ്തു പോവുക. പിന്നെ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് എണ്ണ വാരിക്കോരി തേക്കുക എന്നുള്ള രീതിയല്ല. ഒരു മയം എണ്ണ തേച്ച് വിടുക, അത് കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനായിട്ട് നമ്മൾ പയറുപൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്കത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയും ചെയ്യാം. അപ്പോൾ സോപ്പും ഷാമ്പുവും ഒന്നും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു പ്രയാസം വേണ്ട. പിന്നെ ഈ ഒരുപാട് പതയുള്ള സോപ്പാണ് ഏറ്റവും പ്രയാസമായിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ ഡ്രൈനെസ് കൂടുന്നത്. അത്തരത്തിൽ ഡ്രൈനെസ് കൂട്ടാതിരിക്കുക. പ്രത്യേകിച്ചും ഡാൻഡ്രഫും അതേപോലെ തന്നെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ വരുമ്പോൾ അതിനവിടെ നമ്മൾ ആ pH വാല്യൂവിൽ വ്യത്യാസം വരുന്ന ലിക്വിഡ്സ് വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംയമനം, ഒരു രീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ജലദോഷമുണ്ടെങ്കിൽ, ജലദോഷവും പനിയുമാണ് നമുക്ക് എപ്പോഴും സ്ഥിരമായി വില്ലനായി വരാറുള്ളത്, പ്രത്യേകിച്ച് സ്കൂൾ തുടങ്ങുമ്പോൾ. ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തല നനച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ ടെമ്പറേച്ചറുള്ള സമയത്ത് മാത്രമേ അങ്ങനെ കുളിപ്പിക്കേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുക. പിന്നെ നല്ല ചുമയുണ്ടെങ്കിൽ അവർക്ക് തലയിൽ വെള്ളം ഒഴിച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തുടച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ തുടച്ചെടുത്ത് രാസനാദിപ്പൊടി വെറുതെ ഒന്ന് തുളിച്ചു വിടും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ചര്യ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഈ പ്രയാസം വരത്തില്ല. നമുക്ക് ഭക്ഷണക്രമത്തിലേക്കും കൂടി കടക്കാം. ഈ ഡെയിലി ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഓരോ സമയത്തും കഴിക്കേണ്ട ഭക്ഷണമുണ്ട്. നമ്മൾ അതനുസരിച്ച് ഒന്നുമല്ല ചെയ്യുന്നത് ഭൂരിഭാഗം പേരും. എങ്കിലും എന്തൊക്കെയാണ് മഴക്കാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ? പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ഓരോന്നിനും സമയകൃത്യത പാലിക്കണം എന്നുള്ളതാണ്. ആ ഒരു ടൈം ഇൻ്റർവെൽ കറക്റ്റ് ആണെങ്കിൽ തന്നെ വലിയ പ്രയാസങ്ങൾ വരില്ല. അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ 3 നേരം എന്തായാലും ഉണ്ട്. ഇതിനിടയിൽ വരുന്ന ഒരു അഡീഷണൽ ഫുഡുണ്ട്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന വട, ചായ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൂടെ കഴിക്കുന്ന ഒരു രീതി, അതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാലത്തും ആണോ ഡോക്ടർ? എല്ലാ കാലത്തും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ചും നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ ദഹനശക്തിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഇല്ലെങ്കിലാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത്. ഇൻഡൈജഷനാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നത്. പിന്നെ വടയുടെയും ചായയുടെയും കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മളെപ്പോഴും ഒരു ഓഫീസ് ഗോയിങ് പീപ്പിൾസ് പോലും പലപ്പോഴും അവരുടെ ചെറിയൊരു ടീ ബ്രേക്കിൻ്റെ സമയത്ത് ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കറിയാം റീബോയിൽഡ് ആയിട്ടുള്ള ഒരു എണ്ണയിൽ കുക്ക് ചെയ്യുന്ന സാധനമാണ് വട. പലപ്പോഴും ഇത് വാങ്ങിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഏറെ ദോഷം ചെയ്യും. പിന്നെ പ്രത്യേകിച്ചും എണ്ണ ചേർന്നുള്ള പലഹാരങ്ങൾ പലപ്പോഴും കൊളസ്ട്രോൾ അധികരിച്ച് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പിന്നെ ചായയും കാപ്പിയും അത് കഴിയുന്നതും ഒഴിവാക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമുക്കറിയാം അതിലെ ടഫൈനും കഫൈനും വിഷമാണെന്നുള്ളതും. പ്രത്യേകിച്ചും അത് നമ്മൾ ഈ തേയിലത്തോട്ടത്തിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആഴ്ചയിൽ 3 ദിവസമാണ് അവർ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യം നമ്മൾ ബാക്കിയെല്ലാം ഉപേക്ഷിക്കും, മോശമായതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും. ഈവൻ കറിവേപ്പിലയും മല്ലിയിലയും വാങ്ങിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, മഞ്ഞൾപ്പൊടിയും
ഒക്കെ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് നമ്മൾ ഉപയോഗിക്കും. എവിടെയാണ് നമ്മൾ തേയില അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അവിടെ വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. എന്നിട്ട് ആ സമയത്തൊക്കെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ടോ, നാരങ്ങ വെള്ളം തേൻ ചേർത്ത് കഴിക്കുക, നെല്ലിക്ക ജ്യൂസ് കഴിക്കുക, അങ്ങനെയുള്ളതിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ സാലഡ്സ് ഒത്തിരി നല്ലതാണ്. നിറയെ നല്ല ഗ്രീൻ വെജിറ്റബിൾസും അതേപോലെ റെഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നതും ഏറ്റവും നമുക്കറിയാം അല്ലേ, ഇഡ്ഡലിയാണ് ഏറ്റവും നല്ലൊരു, ഇഡ്ഡലി സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ പുട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് പറയും. പിന്നെ സ്കിന്നിനും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഉഴുന്ന് ചേർന്ന ആഹാരങ്ങൾ നമ്മൾ കഴിച്ചോളാൻ പറയും. അതായത് ഇപ്പം ദോശയോ ഇഡ്ഡലി അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് പറയും. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ഈ പുളിപ്പിച്ചുണ്ടാക്കുന്ന അപ്പം പോലും നമ്മൾ ദോഷമായിട്ടാണ് പറയുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഫുഡ് കഴിച്ചു പോവുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും കുറച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് നമ്മളൊരു അഡൽട്ടാകുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറച്ച് മതി. അപ്പോൾ അളവിൽ കുറച്ച് ചോറെടുക്കുക, കൂടുതൽ പച്ചക്കറികൾ, അതായത് കൂടുതൽ അവിയലും തോരനും ഒക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം, കറുത്ത ഉണക്കം മുന്തിരിങ്ങ, നെല്ലിക്ക, മാതളം, ക്യാരറ്റ്, ഇതുപോലുള്ള സാധനങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും പനിയോ മറ്റോ വരുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. നമുക്കൊരു അസുഖം വരണമല്ലോ, നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹെൽത്തിനെ കോഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാണ്ടിരിക്കും. അതേപോലെ തന്നെ രാത്രിയിലത്തെ ഫുഡ് അത് കുറച്ച് നേരത്തെ കഴിക്കണം. പലരും എല്ലാ ജോലിയും ചെയ്ത് തീർത്തതിന് ശേഷം രാത്രിയിൽ കിടക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനായിട്ട് വെക്കുന്നൊരു രീതി, അത് മാറ്റിയിട്ട് വൈകുന്നേരം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു സന്ധ്യാസമയം ഒന്ന് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു രീതി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴേക്കും ഏതാണ്ട് അതൊന്ന് ദഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു നല്ല സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല വ്യായാമം, ഇതെല്ലാം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതെല്ലാം. പിന്നെ വെള്ളം കുടിക്കുന്നതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കരിങ്ങാലിക്കാതൽ പോലെ, അതേപോലെ തന്നെ പതിമുഖം, ഇങ്ങനെയുള്ള മരുന്നുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ ഓരോ ദിവസം നമുക്കതിൽ ഏതെങ്കിലും ഓരോ ഐറ്റം വെച്ചെടുക്കാം. ഇല്ലെങ്കിൽ തുളസിയിട്ട് വെള്ളം തിളപ്പിക്കാം, മല്ലിയിട്ട് വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ ദഹനത്തിനും നല്ലതാണ്. ജീരക വെള്ളം കുടിക്കുന്ന രീതി നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ദഹനശക്തിയെ കൂട്ടുന്ന തരത്തിലുള്ള രീതിയിൽ വേണം വെള്ളമായാലും ആഹാരമായാലും എല്ലാം കഴിക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് ദൂരെ മാറ്റി നിർത്താൻ കഴിയും. ഈ ഡോക്ടർ വെള്ളംകുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ഒരു ചായ, പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ ഒരു ചൂട് ചായ പതിവാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തേയില തോട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. മറ്റൊന്ന് വെള്ളം കൂടി ഈ വേനൽ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറയും. പക്ഷെ മഴക്കാലമാകുമ്പോൾ നമുക്ക് അത്രയും വെള്ളം അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും കുടിക്കില്ല. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് കുടിക്കുന്ന പോലെ തന്നെ മഴക്കാലത്തും വെള്ളം കുടിക്കണമെന്നുണ്ടോ? വെള്ളം കുടിക്കണം, അതൊരു പ്രധാന ഘട്ടമാണ്. ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നമ്മളത് കുടിച്ചിരിക്കണം. കാരണം നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു വലിയ മഴക്കാലം എന്ന് പറയുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടുണ്ടാവുന്നുണ്ട്. നമ്മുടെ മഴക്കാലം ഇങ്ങനെ വ്യതിചലിച്ച് പോവുക. നമ്മൾ ഇന്ന് വിചാരിക്കും ഇന്ന് മഴ ഉണ്ടാവും, നാളെ നോക്കുമ്പോൾ മഴ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ വിശപ്പ് കുറവായിരിക്കാം, ദാഹം കുറവായിരിക്കാം. എന്നിരുന്നാലും നന്നായി വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടും അതുപോലെ കറക്റ്റ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കിഡ്നിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ വരുന്ന, അല്ലെങ്കിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങി അങ്ങ് അറ്റം വരുന്ന ഒരുപാട് രോഗങ്ങളിലേക്ക് എത്തിച്ച് വെക്കുന്നത് നമ്മുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല മരുന്നുകൾ ഉപയോഗിച്ച്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔഷധ ഗുണമുള്ള മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അത് വേണം, മസ്റ്റാണ്. ഓക്കെ ഡോക്ടർ, എലിപ്പനി നമ്മളൊന്ന് വിട്ടുപോയ ഒരസുഖം. എലിപ്പനി ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് എലിപ്പനിയുടെ ഒരു പ്രതിരോധം, എങ്ങനെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എലിപ്പനിക്ക് സാധാരണ നമുക്ക് ജ്വരങ്ങളിൽ വരുന്ന ഏതാണ്ട് എല്ലാ സിംറ്റംസും നമ്മളതിനകത്ത് കാണും. കാരണം ജലദോഷപ്പനി, തുമ്മൽ, മൂക്കൊലിപ്പ്, അങ്ങനെ ചുമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനോടൊപ്പം കണ്ണിന് ചുറ്റുമുള്ള ഒരു കഴപ്പ്, വേദന, അതുപോലുള്ള തലവേദന, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇങ്ങനെയുള്ള കുറേ അധികം സിംറ്റംസ് ഇതിൻ്റെ ഒപ്പം കൂടെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അറിയാമല്ലോ, ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എലിയുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്നാണ് നമുക്കിത് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മലിനമായ ജലത്തിൽ വർക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഞങ്ങൾ തൊഴിലുറപ്പ് സൈറ്റുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതാണ് ഈ മലിനജലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ
കൃത്യമായിട്ടും ആ ഗ്ലൗസുകളൊന്നും ഉപയോഗിക്കാതെ അങ്ങനെയൊക്കെയാണ് അവർ അങ്ങനെയുള്ള വർക്കുകൾക്ക് ഇറങ്ങുന്നതെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ ഈ ഒരു പ്രയാസം ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ എലിപ്പനി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കുറച്ചൊന്ന് മൂർച്ഛിച്ച വളരെ ഫേറ്റലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഏറെ കാണുന്നൊരു രോഗം കൂടിയാണ് എലിപ്പനി. അത് വല്ലാണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ ഡോക്ടർ, ഈ ചർമ്മ സംരക്ഷണം നമ്മളൊന്ന് പറഞ്ഞു പോയെങ്കിലും വിശദമായി വരുമ്പോൾ ഈ ഡ്രൈ ആകുന്ന, അതായത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഈ സമയത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, ഈ മഴക്കാലത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ലേപനങ്ങൾ എന്തൊക്കെയാണ് ആയുർവേദത്തിൽ ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന? ആയുർവേദത്തിൽ ഒരുപാട് ലേപനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദ കോസ്മെറ്റോളജി വളർന്നു വരുന്ന ഒരു വലിയ ശാസ്ത്രശാഖയാണ്. വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കേസുകൾ നമുക്ക് വളരെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ടെങ്കിലും ഇതെല്ലാം ഓരോരുത്തരുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പറയുമ്പം കസ്തൂരി മഞ്ഞളും അതേപോലെ തന്നെ എന്താ പറയുക രക്തചന്ദനവും ഒക്കെ റെഗുലർലി യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഡ്രഗ്സാണ് ചോയ്സ് ചെയ്യുന്നതെങ്കിലും അത് അവരുടെ സ്കിന്നിന് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത് ഒരു ഡോക്ടർക്കേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം ഈ കസ്തൂരി മഞ്ഞളൊക്കെ റെഗുലർ പ്രാക്ടീസിൽ ചിലരിലെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അത് എന്താ പറയുക ബോയിൽസ് പോലെ ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ആളിന് സ്കിൻ അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് ചിലപ്പം പയറുപൊടി ചേർത്ത് ഉപയോഗിക്കേണ്ടി വരും കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഡോക്ടർക്കേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഒരുപാട് ലേപനങ്ങൾ, ഒരുപാട് എണ്ണകൾ, അതുപോലെ ഈ ഡ്രൈ സ്കിൻ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ എണ്ണ തേച്ചുള്ളൊരു കുളി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം വരുന്നില്ല. അതുപോലെ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു സൺലൈറ്റിൻ്റെ എക്സ്പോഷറിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം എണ്ണ തേച്ച് കുളിക്കുന്നുണ്ടെങ്കിലും എത്രയെല്ലാം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് സൺലൈറ്റിൻ്റെ എക്സ്പോഷറും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സ്കിന്നെ നമുക്ക് പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഓക്കെ, ഈ ടീനേജേഴ്സിൻ്റെ കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ ആളുകൾ സൗന്ദര്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ആലോചിച്ച് തുടങ്ങുന്നതൊക്കെ ടീനേജിലായിരിക്കും. അപ്പോൾ ടീനേജ് കുട്ടികളുടെ ഒരു പ്രത്യേകത എല്ലാം അവർക്ക് വേഗം വേണമല്ലോ, ഈ പെട്ടെന്ന് ഫലം കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ മുൾട്ടാനം വിട്ടിയുടെ കാര്യം പറഞ്ഞാലോ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞാലോ ഒന്നും അവരുടെ അടുത്ത് വിലപ്പോവാറില്ല. എങ്കിലും ഇപ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്, ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റോളജി ഈ പറഞ്ഞ പോലെ വികസിച്ചു വരുന്നു. ഒപ്പം ഈ വയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ, മുടി വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ, അങ്ങനെ ആളുകൾ മുഴുവനായിട്ടും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മാറാൻ എനിക്ക് പറ്റും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടെന്ന് മനസ്സിലുറപ്പിച്ച് അതിനുവേണ്ടി എത്ര ചെലവ് വേണമെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഡോക്ടർ പറയുന്നത്? നമുക്ക് ആയുർവേദത്തിൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഒരുപാട് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. അത് ലേപനമായിട്ടാവട്ടെ, അല്ലാതെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളാവട്ടെ, ഔഷധങ്ങളെ തന്നെ ആഹാരത്തിന് തന്നെ ഔഷധമാക്കുന്ന ഒരു രീതിയാണ് ആയുർവേദം അനുവർത്തിച്ചു പോകുന്നത്. അപ്പോൾ പുറമേ തേക്കുന്ന ലേപനങ്ങൾ കൊണ്ട് മാത്രം സ്കിന്നിൻ്റെ ടെക്സ്ചറോ സ്കിന്നിൻ്റെ സൗന്ദര്യമോ ഒന്നും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം, നിറയെ കുടിക്കുന്ന വെള്ളം, അതേപോലെ തന്നെ നമ്മൾ ഓരോന്നിലും നമ്മുടെ ഉറക്കത്തിനും ഒക്കെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല വ്യായാമം വേണം. ഇതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സൗന്ദര്യം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു നല്ല ചർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ശ്രദ്ധിച്ചു പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അവിടെ നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും പലയിടത്തും പോയിട്ട് ഇങ്ങനെയുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും മറ്റും ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവിടെ ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത തരത്തിൽ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടും ഒരു ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിനെ തന്നെ കണ്ടിട്ട് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പരിചരണം അത് ഈ ടീനേജേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. കിട്ടുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ആയുർവേദം എന്നൊരു പേര് കണ്ടിട്ട് വെറുതെ പോയിട്ട് ആ സാധനം വാങ്ങുക, അങ്ങനെയല്ല. നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനനുസരിച്ചിട്ടുള്ള അത്തരം കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ ഇന്നിപ്പം എല്ലാം ഉണ്ട്. കൺമഷി മുതൽ അങ്ങറ്റം വരുന്ന കാരണം പണ്ടൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് മാത്രം കൺമഷി പ്രിപ്പയർ ചെയ്യുക. ഇപ്പം അങ്ങനെയല്ല, അഡൾട്ട്സിന് പോലും കൺമഷി പ്രിപ്പയർ ചെയ്ത്
ആയുർവേദത്തിൻ്റെ രീതിയിലാണ് അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആയുർവേദ കോസ്മെറ്റോളജിയിൽ പറയുന്ന രീതിയിലേക്കുള്ള നല്ല സജഷൻസ് അതിൽ നിന്ന് എടുത്തിട്ട് ആ രീതിയിലേക്ക് നമുക്ക് പൊയ്ക്കൂടാ. കുറച്ച് പേര് ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ അല്ലേ? നമ്മള് മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉഴിച്ചിലും വീഴ്ചിലും ഒക്കെ ഒരു റിലാക്സേഷൻ ആണ്, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണ്, അതിന് പാർശ്വഫലങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂജൻ ആളുകൾ തന്നെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഡോക്ടർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, വരുന്നുണ്ട്. ഒരുപാട് പേര് വരും. കാരണം ഇപ്പം ഒരുപാട് പേര് അവെയർ ആണ് ഇതിനെക്കുറിച്ചൊക്കെ. കാരണം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ടീനേജേഴ്സിന് ഒന്നും അറിയില്ല എന്ന്. അവർ വളരെ അപ്ഡേറ്റഡ് ആണ്. അവർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. അവരിതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ശാസ്ത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്നൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂനായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ ചെയ്യേണ്ടടുത്ത് ഞങ്ങളത് ചികിത്സാ മുറിയായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. അല്ലാതെ വേണ്ടുന്നവർക്ക് അത്തരമൊരു റിലാക്സേഷൻ, ഒരു സുഖചികിത്സയ്ക്ക് വരുന്നവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രത്യേകം ഒരു രീതിയിലാണ്. അപ്പോൾ രസായന അല്ലെങ്കിൽ വാചീകരണ രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അവസരങ്ങളിൽ അത്തരത്തിൽ കൊടുക്കും. അല്ലാത്തവർക്ക് ജെന്യൂനായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ വേണം. കാരണം ഉഴിച്ചിലും പിഴിച്ചിലും എന്ന് പറയുന്നത് ശരിക്കും ജെന്യൂനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞത് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പൂർവ്വകർമ്മങ്ങളാണ് അതൊക്കെ. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, പ്രിക്കോഷനാണ്. ശരിക്കും ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഓയിൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ സാധാരണ വരുന്നവർക്ക് അവരുടെ ഒരു സ്കിന്നിൻ്റെ ഭംഗിക്കോ അല്ലെങ്കിൽ ഒരു സുഖചികിത്സയ്ക്കോ വേണ്ടി വരുന്നവർക്ക് നമ്മൾ ആ തരത്തിലും. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലും അതേപോലെ തന്നെ ഇത്തരത്തിലും ഒക്കെ തന്നെ നമ്മളത് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആയുർവേദം ഒരു നല്ല രസായന ഡ്രഗ്സ് ഒരുപാട് ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ തന്നെ ഏജിങ് ഫാക്ടറിനെയൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ചികിത്സകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്ത ആളുകൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.